ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുകയാണ്. ഈ അവസരത്തിൽ രാജ്യത്തിനൊപ്പം ഇന്ത്യ ഒന്നടങ്കമുള്ള രാജ്യസ്നേഹികൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒന്നുണ്ട്. ഇസ്രായേൽ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങളും ഞങ്ങളും ഒന്നാണ്. ആ ഐക്യം ഇന്ന് രാജ്യതലവന്മാർ തമ്മിലുള്ള അകമഴിഞ്ഞ നയതന്ത്ര വിജയത്തിനും കാരണമായി. ഇസ്രയേലിന്റെ അഭിമാനമായ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനവും മറ്റ് അത്യാധുനിക ഹാർഡ്വെയറുകളും ഇന്ത്യയുമായി പങ്കുവയ്ക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. സാങ്കേതിക വിദ്യ കൈമാറുന്നതിനൊപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ലോകമെമ്പാടും ജൂതരെ വെറുത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്രായേലി ജൂതന്മാർക്ക് ഇന്ത്യ അഭയം നൽകി. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മറന്നു പോകേണ്ട ഒന്നല്ല. ബാബിലോണിയക്കാരും റൊമാൻ ചക്രവർത്തിമാരും ഇസ്രായേൽ ജൂതന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കി പീഡിപ്പിച്ചപ്പോൾ BC 722 ആസുറിയക്കാരും BC 586 ബാബിലോണിയക്കാരും AD 70 റോമക്കാരും ജെറുസലേമിൽ പടയോട്ടം നടത്തി ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഓരോ ഘട്ടങ്ങളിലും പലായനം ചെയ്തു. അങ്ങനെയുണ്ടായതാണ് കൊച്ചി ജൂതന്മാർ. ബനെ ഇസ്രായേൽ, ബാഗ്ദാദി ജൂതന്മാർ എന്നിവർ ഇന്ത്യയിൽ കുടിയേറിയതും അവിടെ അവർക്ക് യാതൊരു വിധത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങളോ എതിർപ്പുകളോ നേരിടേണ്ടി വന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി വേറൊന്ന് ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നത്, സ്വന്തം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരല്ല ജൂതന്മാർ. സ്വന്തം മതത്തിന്റെ സംസ്കാരവും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇസ്രായേലുകാരായ ജൂതന്മാർ. അല്ലാതെ മതത്തെ ശക്തിപ്പെടുത്താൻ അന്യമതത്തിൽ നിന്നും ആളുകളെ പരിവർത്തനം ചെയ്യില്ല. ഹിന്ദുമതവും അതുപോലെ തന്നെയാണ്. മറ്റു മതത്തിൽ നിന്നുള്ളവരെ പരിവർത്തനം ചെയ്ത് മതത്തിന്റെ വലിപ്പം കൂട്ടുന്നത് ഹിന്ദുക്കളുടെ രീതിയല്ല. രണ്ടു കൂട്ടരും അവരുടെ സാംസ്കാരികമായ ശുദ്ധി നിലനിർത്താൻ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു സമാനതകൾ അത് എന്നെന്നും നിലനിൽക്കുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ട രാജ്യവുമായി ബന്ധപ്പെട്ട മണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്നേഹം ആപൽഘട്ടങ്ങളിലൊക്കെ പ്രതിരോധ രംഗത്ത് ഇസ്രായേൽ നൽകിയ സഹായമാണ്. 1971 ഇന്തോ പാകിസ്ഥാൻ യുദ്ധമാണ് ഉദാഹരണം. ഇസ്രായേൽ ഇന്ത്യയെ പിന്തുണച്ചു. ഇസ്രായേലി ആയുധ നിർമ്മാതാവ് സ്ലോമോ സ്ലാബുഡോവിച്ച് ഇന്ത്യക്കും ബംഗാളി ദേശീയ സംഘടനയായ മുക്തി ബാഹിനിക്കും മോർട്ടാറുകൾ, വെടിക്കോപ്പുകൾ, ഇൻസ്ട്രക്ടർമാർ എന്നിവ നൽകി. പിന്നീട് പാകിസ്ഥാനെതിരായ കാർഗിൽ യുദ്ധം, അവിടെ ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചത് ചെറിയ രീതിയിലൊന്നുമല്ല. ഇന്ത്യക്ക് ഹെറോൺ, സെർച്ചർ തുടങ്ങിയ ഡ്രോണുകൾ നൽകി. ബറാക്ക് 8 എന്ന മിസൈൽ സംവിധാനം നൽകി. ഫാൽക്കർ അവാക്സ് എന്ന പ്രത്യേക റഡാറും നൽകി. പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ഇന്ത്യയെ കുറച്ചൊന്നുമല്ല ഈ ആയുധങ്ങൾ സഹായിച്ചത്. ഇനി സൈനിക രംഗത്ത് മാത്രമല്ല, മറ്റു രംഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ കൃഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളികളിൽ ഒന്ന് തന്നെയാണ് ഇസ്രായേൽ എന്ന രാജ്യം. ഇന്ത്യയും ഇസ്രായേലും നേരിടുന്ന സമാനമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിലവിലുള്ള പ്രതിരോധ കരാറുകൾ കൂടുതൽ ശക്തമാക്കും. അയൺ ഡോം സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. തീവ്രവാദത്തിനെതിരെ ഇന്ത്യ അബ്രഹാം ഉടമ്പടിയിലെ രാജ്യങ്ങൾ, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഗ്രീസ്, സൈപ്രസ് എന്നിവരെ ഉൾപ്പെടുത്തി പുതിയൊരു ആക്സസ് രൂപീകരിക്കാൻ ഇസ്രായേൽ താൽപര്യപ്പെടുകയാണ്. ഇരു രാജ്യങ്ങളിലെയും ഭരണത്തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച പ്രതിരോധ മേഖലയിലെ സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള സഹകരണം കൂട്ടാനും പുതിയ നിക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും വഴിയൊരുക്കും എന്നാണ് കോൺസൽ ജനറൽ യാനിഫ് റവാച്ചിന്റെ അഭിപ്രായം. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ വെറും ഒരു നയതന്ത്ര ബന്ധമല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിലും ഇന്നൊവേഷനിലും അധിഷ്ഠിതമായ പങ്കാളിത്തമാണെന്നും ഇസ്രായേൽ അംബാസിഡർ റൂവൻ നസർ പറയുന്നു. പ്രധാനമന്ത്രിയുടെ ഈ ഒരൊറ്റ സന്ദർശനത്തോടെ രണ്ട് രാജ്യങ്ങളും നിർണായകമായ പല ചുവടുവയ്പ്പുകളും നടത്തും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.